എല്ലാവർക്കും നമസ്കാരം. RSDJK ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉപയോഗിച്ച് ഒരു ഷിഫ്റ്റ് രജിസ്റ്റർ എങ്ങനെ നിർമ്മിക്കാമെന്നും ഇപ്പോൾ നിങ്ങൾ പഠിക്കുകയും ഫലം പരിശോധിക്കുകയും ചെയ്യും. ഈ വീഡിയോ 2 ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. ഭാഗം 1-ൽ ഒരു ഷിഫ്റ്റ് രജിസ്റ്റർ എങ്ങനെ നിർമ്മിക്കാമെന്നും ഭാഗം 2-ൽ അത് എങ്ങനെ പരിശോധിക്കാമെന്നും അടങ്ങിയിരിക്കുന്നു. ഈ വീഡിയോയുടെ അവസാനം RSDJK ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉപയോഗിച്ച് ഒരു ഷിഫ്റ്റ് രജിസ്റ്റർ നിർമ്മിക്കുന്നതിനും അവയുടെ ഫലങ്ങൾ പരിശോധിക്കുന്നതിനും നിങ്ങൾക്ക് കഴിയും. ഈ പ്രാക്ടിക്കൽ ചെയ്യാൻ ആവശ്യമായ എല്ലാ ടൂളുകളും എക്യുപ്മെൻറ്റുകളും മെറ്റീരിയലുകളും നമുക്ക് ശേഖരിക്കാം. ഡിജിറ്റൽ ട്രെയിനർ കിറ്റും അതിൻ്റെ യൂസർ മാനുവലും, IC 74279 അതിൻ്റെ ഡാറ്റ ഷീറ്റും, IC 74379 അതിൻ്റെ ഡാറ്റ ഷീറ്റും, മെയിൽ ടു മെയിൽ ജമ്പർ വയർ ആവശ്യാനുസരണം, മാഗ്നിഫയിങ് ലെൻസ്. RS ഫ്ലിപ്പ് ഫ്ലോപ്പ് IC 74279 ഉപയോഗിച്ച് ഒരു ഷിഫ്റ്റ് രജിസ്റ്ററിൻ്റെ നിർമ്മാണം. ഡുവൽ ഇൻ ലൈൻ പാക്കേജിൽ 16 പിന്നുകളുള്ള ഒരു ക്വാഡ് SR ഫ്ലിപ്പ് ഫ്ലോപ്പ് ലാച്ച് IC ആണ് 74279. ഈ ഷിഫ്റ്റ് രജിസ്റ്റർ സർക്യൂട്ടിന് 2 ICകൾ ആവശ്യമാണ്. അവ IC 74279, IC 7404 എന്നിവയാണ്. മാഗ്നിഫയിങ് ലെൻസ് ഉപയോഗിച്ച് IC 74279, IC 7404 എന്നിവയിൽ പ്രിന്റ് ചെയ്തിരിക്കുന്ന കോഡ് നമ്പർ തിരിച്ചറിയുക. പിൻ നമ്പർ 1 തിരിച്ചറിയുക. പിൻ നമ്പർ 1നെ സൂചിപ്പിക്കാൻ അതിന് ഒരു ചെറിയ നോച്ച് അല്ലെങ്കിൽ ഡോട്ട് ഉണ്ടായിരിക്കും. ഡിജിറ്റൽ ട്രെയിനർ കിറ്റിലെ ബ്രെഡ് ബോർഡിന് മുകളിൽ IC ശരിയായ സ്ഥാനത്ത് വച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. ബ്രെഡ് ബോർഡിലേക്ക് ICയുടെ പിന്നുകളുടെ 2 ലൈനുകളും വയ്ക്കുക. ഓരോ പിന്നും പ്രത്യേക ഹോളിലേക്ക് പോകുന്നുവെന്ന് ഉറപ്പാക്കുക. പിന്നുകൾ വളയുകയോ ദ്വാരങ്ങളിലേക്ക് തള്ളുകയോ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. IC 74279ൻ്റെ പിൻ നമ്പർ 8നെ ഗ്രൗണ്ടിലേക്കും പിൻ നമ്പർ 16നെ പവർ സപ്ലൈ +5 വോൾട്ട് അല്ലെങ്കിൽ VCCയിലേക്കും കണക്ട് ചെയ്യുക. കൂടാതെ പിൻ 7നെ GNDയിലേക്കും പിൻ 14നെ IC 7404ൻ്റെ VCCയിലേക്കും കണക്ട് ചെയ്യുക. പിന്നുകൾ 1, 5, 10, 14 എന്നിവയെ ടോഗിൾ സ്വിച്ചുകളായ A, B, C, D എന്നിവയിലേക്ക് കണക്ട് ചെയ്യുക. IC 74279ൻ്റെ പിൻ 1ലേക്ക് IC 7404ൻ്റെ പിൻ 1നെ കണക്ട് ചെയ്യുക. IC 7404ൻ്റെ പിൻ 2ലേക്ക് IC 74279ൻ്റെ പിൻ 2നെ കണക്ട് ചെയ്യുക. അതുപോലെ സർക്യൂട്ട് ഡയഗ്രാമിൽ കാണിച്ചിരിക്കുന്നത് പോലെ മറ്റ് SR ഫ്ലിപ്പ് ഫ്ലോപ്പ് ലാച്ചുകൾക്കായി RS ഇൻപുട്ടുകൾക്കിടയിലുള്ള ആൻഡ് നോട്ട് ഗേറ്റ് എന്നിവ കണക്ട് ചെയ്യുക. +5 വോൾട്ട് പവർ സപ്ലൈ VCC ഓണാക്കുക. ഷിഫ്റ്റ് രജിസ്റ്ററിൻ്റെ ബിറ്റ് വിഡ്ത്തിനെ അടിസ്ഥാനമാക്കി ഡാറ്റ ഇൻപുട്ട് ലൈനുകളിലേക്ക് A, B, C, D ആവശ്യമുള്ള പാരലൽ ഇൻപുട്ട് ഡാറ്റ അപ്ലൈ ചെയ്യുക. പാരലൽ ഔട്ട്പുട്ട് ലൈനുകൾ Q0 മുതൽ Q3 വരെ ലോഡ് ചെയ്ത ഡാറ്റ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. അപ്ലൈ ചെയ്ത പാരലൽ ഇൻപുട്ട് ഡാറ്റയുമായി ഔട്ട്പുട്ട് മാച്ച് ചെയ്യണം. ക്ലോക്ക് ഇൻപുട്ടിൽ ഒരു ക്ലോക്ക് പൾസ് നൽകുകയും ട്രൂത്ത് ടേബിൾ ഉപയോഗിച്ച് പരിശോധിക്കുകയും ചെയ്യുക. പാരലൽ ഇൻപുട്ട് 1, 0, 0, 1. പാരലൽ ഔട്ട്പുട്ട് 1, 0, 0, 1. പാരലൽ ഇൻപുട്ട് 1, 0, 1, 1. പാരലൽ ഔട്ട്പുട്ട് 1, 0, 1, 1. പാരലൽ ഇൻപുട്ട് 1, 1, 0, 1. പാരലൽ ഔട്ട്പുട്ട് 1, 1, 0, 1. പാരലൽ ഇൻപുട്ട് 1, 1, 1, 1. പാരലൽ ഔട്ട്പുട്ട് 1, 1, 1, 1.
ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് IC74379 ഉപയോഗിച്ച് ഷിഫ്റ്റ് രജിസ്റ്ററുകൾ നിർമ്മിക്കുക. ഈ ഷിഫ്റ്റ് രജിസ്റ്ററിന് 16 പിൻ ഡുവൽ ഇൻലൈൻ പാക്കേജായ IC74379D ഫ്ലിപ്പ് ഫ്ലോപ്പുകൾ ആവശ്യമാണ്. IC74379 രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് 8 വ്യക്തിഗത ബിറ്റുകൾ സ്റ്റോർ ചെയ്യാനാണ്. അതിൻ്റെ പ്രവർത്തനത്തെ ക്ലോക്ക് സിഗ്നലുകളും ഡാറ്റ പ്രവർത്തനക്ഷമമാക്കുന്ന സിഗ്നലുകളും സ്വാധീനിക്കുന്നു. മാഗ്നിഫയിങ് ലെൻസ് ഉപയോഗിച്ച് IC74379 പ്രിന്റ് ചെയ്തിരിക്കുന്ന കോഡ് നമ്പർ തിരിച്ചറിയുക. ICയുടെ പിൻ നമ്പർ 1 തിരിച്ചറിയുക. പിൻ നമ്പർ 1നെ സൂചിപ്പിക്കാൻ അതിന് ഒരു ചെറിയ നോച്ച് അല്ലെങ്കിൽ ഡോട്ട് ഉണ്ടായിരിക്കാം. ഡിജിറ്റൽ ട്രെയിനർ കിറ്റിലെ ബ്രെഡ് ബോർഡിന് മുകളിൽ IC ശരിയായ സ്ഥാനത്ത് വച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. ബ്രെഡ് ബോർഡിലേക്ക് ICയുടെ പിന്നുകളുടെ 2 ലൈനുകളും പതിയെ ഇൻസേർട്ട് ചെയ്യുക. ഓരോ പിന്നും പ്രത്യേക ഹാളിലേക്ക് പോകുന്നുവെന്ന് ഉറപ്പാക്കുക. പിന്നുകൾ വളയുകയോ ഹാളുകളിലേക്ക് തള്ളുകയോ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. പിൻ നമ്പർ 8നെ ഗ്രൗണ്ട് അല്ലെങ്കിൽ GNDയിലേക്കും പിൻ നമ്പർ 16നെ പവർ സപ്ലൈ +5 വോൾട്ട് അല്ലെങ്കിൽ VCCയിലേക്കും കണക്ട് ചെയ്യുക. ഡിജിറ്റൽ ട്രെയിനർ കിറ്റിൽ നൽകിയിരിക്കുന്ന ക്ലോക്ക് ഇൻപുട്ടിലേക്ക് പിൻ നമ്പർ 9 കണക്ട് ചെയ്യുക. പിൻ നമ്പർ 4ൽ സീരിയൽ ഇൻപുട്ട് ഡാറ്റ കണക്ട് ചെയ്യുക. ഫ്ലിപ്പ് ഫ്ലോപ്പ് 0യിൽ നിന്നും അടുത്ത ഫ്ലിപ്പ് ഫ്ലോപ്പ് 1ലേക്കും ഫ്ലിപ്പ് ഫ്ലോപ്പ് 1ൽ നിന്നും ഫ്ലിപ്പ് ഫ്ലോപ്പ് 2ലേക്കും ഔട്ട്പുട്ട് നൽകുന്നതിന് പിൻ 2നെ പിൻ 5 ആയും പിൻ 7നെ പിൻ 12 ആയും പിൻ 10നെ പിൻ 13 ആയും കണക്ട് ചെയ്യുക. ഔട്ട്പുട്ടുകൾ നിരീക്ഷിക്കാൻ പിന്നുകൾ 2QA, 7QB, 10QZ, 13QD എന്നിവ ഡിജിറ്റൽ ട്രെയിനർ കിറ്റിലെ LED ഔട്ട്പുട്ടുകളുമായി ബന്ധിപ്പിക്കുക. LEDs ഓൺ എന്നാൽ ലോജിക് 1ഉം ഓഫ് എന്നാൽ ലോജിക് 0ഉം അർത്ഥമാക്കുന്നു. പവർ സപ്ലൈ +5 വോൾട്ട് അല്ലെങ്കിൽ VCC ഓണാക്കുക. സീരിയൽ ഇൻപുട്ടിലേക്ക് ലോജിക് 1നെ അപ്ലൈ ചെയ്യുക. ക്ലോക്ക് പിന്നിലേക്ക് ക്ലോക്ക് പൾസുകൾ അപ്ലൈ ചെയ്യുക. ഓരോ ക്ലോക്ക് പൾസും ഷിഫ്റ്റ് രജിസ്റ്റർ സീരിയൽ ഇൻപുട്ട് ഡാറ്റയെ ഒരു ബിറ്റ് മാറ്റണം. ട്രൂത്ത് ടേബിളിലെ സീരിയലായി നൽകിയിരിക്കുന്ന ഇൻപുട്ട് ഡാറ്റയുമായി സീരിയൽ ഔട്ട്പുട്ട് പിന്നിലെ ഡാറ്റ മാച്ച് ആകുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. ക്ലോക്ക് പൾസ് 0, QA 0, QB 0, QC 0, QD 0. Clock pulse 1, QA 0, QB 0, QC 0, QD 1. Clock pulse 2, QA 0, QB 0, QZ 1, QD 1. Clock pulse 3, QA 0, QB 1, QC 1, QD 1. Clock pulse 4, QA 1, QB 1, QC 1, QD 1. Clock pulse 5, QA 1, QB 1, QC 1, QD 0. Clock pulse 6, QA 1, QB 1, QC 0, QD 0. Clock pulse 7, QA 1, QB 0, QC 0, QD 0. അതിനാൽ RS ഫ്ലിപ്പ് ഫ്ലോപ്പ് IC74279, D ഫ്ലിപ്പ് ഫ്ലോപ്പ് IC74379 എന്നിവ ഉപയോഗിച്ച് ഒരു ഷിഫ്റ്റ് രജിസ്റ്റർ നിർമ്മിക്കുന്നതും ട്രൂത്ത് ടേബിൾ ഉപയോഗിച്ച് പരിശോധിക്കുന്നത് എങ്ങനെയെന്ന് ഞങ്ങൾ ചർച്ച ചെയ്തു.